എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഹലോ. അപ്പം ഇന്ന് നമ്മളൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ പാചകം എന്താണെന്ന് വെച്ചാൽ കക്ക ഇറച്ചി മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 കിലോ കക്ക ഇറച്ചിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളിത് കപ്പയും മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് 1 കിലോ കപ്പയുണ്ട്. അപ്പം നമുക്ക് ഇതിൽ രണ്ടിൽ നിന്നും ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ഇത് രണ്ടും കൂടെ ചേർത്തിട്ടൊരു സംഭവമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് പതുക്കെ വീഡിയോയിലോട്ടൊക്കെ പോകാം. ഇതിൻ്റെ മുഴുവൻ നമുക്കിപ്പോൾ ആവശ്യമില്ല. ഇതിൽ നിന്ന് ആവശ്യമുള്ളത് എടുക്കണേ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ഇത് മേടിച്ച വഴി വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്ന പായലും മണ്ണും ഒക്കെ കാണും. വൃത്തിയായിട്ട് ഒത്തിരി പ്രാവശ്യം കഴുകിയൊക്കെ റെഡിയാക്കി എടുക്കണം. കപ്പയും നമുക്ക് ഇത്ര ആവശ്യമില്ല, ആവശ്യമുള്ള അത്ര എടുക്കാം. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് അടുത്ത വീഡിയോയിലോട്ട് പോകുന്ന വഴി നമുക്ക് കാണാം. അതിന് മുന്നേ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടണേ. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പം നമുക്ക് വഴിയെല്ലാം കാണാം. അപ്പോൾ കക്കയിറച്ചി ഇവിടെ ഉപ്പും മഞ്ഞളും ഇട്ട് നമ്മളൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെയാണ് വേവിച്ചിരിക്കുന്നത്. ഇത് പുഴുങ്ങി വരുന്നതാണെങ്കിൽ പോലും നമ്മളൊന്ന് ഉപ്പും മഞ്ഞളും ഇട്ട് ചെറുതായിട്ടൊന്ന് വേവിക്കുമ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി വരും. അത് വറ്റി കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ പകുതിയെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കപ്പ ഇവിടെ കൊത്തി അരിഞ്ഞ് അതും ഇച്ചിരി ഉപ്പിട്ട് വേവിച്ച് വെള്ളമൊക്കെ ഊറ്റി എടുത്ത് വെച്ചിരിക്കുവാണ്. പിന്നെ ഇതിന് നമുക്കൊരു അരപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ അതേ ഒരു അരമുറി തേങ്ങ നമ്മൾ തിരുമ്മി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ പെരിഞ്ജീരകവും ഒരു 2 ഗ്രാമ്പും വെച്ചിട്ടുണ്ട്. ഒരു 5-8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-8 ചുമന്നുള്ളി അരിഞ്ഞത്. അതിൻ്റെ കൂടെ നമുക്ക് വെളിച്ചെണ്ണ ആവശ്യമാണ്. പിന്നെ കടുക് വറുക്കാനായിട്ട് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 വറ്റൽമുളക്, ഇത്തിരി കറിവേപ്പിലയും വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കപ്പയ്ക്കും കക്ക ഇറച്ചിക്കും നമ്മൾ ലേശം ഉപ്പിട്ട് വേവിച്ചിരിക്കുന്നതാണ് രണ്ടും. അപ്പോൾ ഇനി പാചകത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിനി വീഡിയോയിലോട്ടൊക്കെ പോകാം. ഇത് ആവശ്യത്തിനൊക്കെ എടുത്തിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഒരു ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ച് ചൂടായിട്ടുണ്ട് ചട്ടി. അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച്. അപ്പം എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ ഈ വേവിച്ച് വെച്ച കക്കയിറച്ചി അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ എണ്ണയിലേക്ക് കക്ക ഇറച്ചി വേവിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു പകുതിയേ എടുത്തിട്ടുള്ളൂ, പകുതി പോലും എടുത്തിട്ടില്ല. നമ്മുടെ കപ്പയുടെ അളവിനനുസരിച്ച് നമ്മൾ എടുത്തിട്ടുള്ളൂ. കപ്പ അതേ നമ്മളിങ്ങനെ വേവിച്ച് വെച്ച കപ്പ ഇങ്ങനെ ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. തവി കൊണ്ടൊന്ന് കുഴയ്ക്കുന്ന രീതിയിലൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാണാം. സ്റ്റാർട്ട്. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ തിരുമ്മി നമ്മൾ കാണിച്ചില്ലേ, തേങ്ങ, പച്ചമുളക്, ചുമന്നുള്ളി, പെരിഞ്ജീരകം, കുരുമുളക്, ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ഇതുപോലെ ചതച്ച് എടുത്തിരിക്കുക. ഇതും കൂടെ നമുക്ക് ആ കക്ക ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ അരപ്പിലേക്ക് ഒരു ലേശം ഉപ്പ്, കക്ക ഇറച്ചി ഒരു ഇച്ചിരി ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഒരു സ്വല്പം ഉപ്പും കൂടെ ഇട്ട് നമുക്ക് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇച്ചിരി നേരത്തേക്ക് ഈ അരപ്പിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നമ്മളിതൊന്ന് അടച്ചു വയ്ക്കാം. കക്കയിറച്ചി അരപ്പും കൂടെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വരട്ടെ. അപ്പം നമ്മുടെ കക്കയിറച്ചിയുടെ അടപ്പൊക്കെ മാറ്റി എന്തായെന്ന് നോക്കാം. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് നമുക്ക് ഈ കപ്പ ഉടച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവൻ ഇട്ട് ഇളക്കിയിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മുടെ ആ കക്ക ഇറച്ചി തോരനാക്കിയതിലേക്ക് നമ്മുടെ ഉടച്ചു വെച്ച കപ്പയിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് കടുക് വറുത്തോട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കക്ക ഇറച്ചി ബിരിയാണി എന്നോ കുഴയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഞാനിത് പലതവണ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമുക്ക് കടുക് വറുത്തിടുന്നത് കാണാം. നമ്മുടെ ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒക്കെ പൊടിയിട്ടുണ്ട്, നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക്, കറിവേപ്പില. ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ചെറിയുള്ളി ഒക്കെ ഒന്ന് മൂത്ത് വരുന്നതേ ഉള്ളൂ. നല്ലോണം മൂത്തിട്ട് നമുക്ക് നമ്മുടെ കക്കയിറച്ചി മിക്സിലേക്ക് കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി കൂടെ ഒന്ന് ആയിക്കോട്ടെ. അപ്പം നമ്മുടെ കടുക് വറുത്തത് നമ്മുടെ കക്കയിറച്ചി കുഴച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇച്ചിരി ക്ഷമയോടുകൂടി കുഴച്ചാലേ ഇതെല്ലായിടവും എത്തുള്ളൂ. നന്നായിട്ട് കൂട്ടിയൊക്കെ യോജിപ്പിച്ച് കഴിഞ്ഞ് ഒരു പാത്രത്തിൽ എടുത്തു കഴിഞ്ഞിട്ട് നമുക്കിനി കാണാം. അപ്പം നമ്മുടെ കക്കയിറച്ചി ബിരിയാണി അഥവാ കക്കയിറച്ചി കുഴച്ചത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇങ്ങനെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഉണ്ടാക്കി നോക്കാം. ഒത്തിരി പേർക്കൊക്കെ അറിയാമായിരിക്കും. ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ല, പച്ചമുളകും കുരുമുളകുമാണ് എരിവിന് ചേർത്തിരിക്കുന്നത്. പിന്നെ വറ്റൽമുളക് വറുത്തു ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് യഥാസമയം കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് കാണാം.